മിഴിയിൽ രചന അനുരാജീവ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. കാര്യമായ പരിക്കൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നുണ്ടായ ആക്സിഡന്റ് ഷോക്കിൽ ബോധം പോയത് മാത്രമാണെന്ന് മനസ്സിലായപ്പോൾ ഇരുവരും ചേർന്ന് ആ വ്യക്തിയെ തൂക്കിയെടുത്ത് കാറിലേക്ക് എടുത്തി. ബദ്രിയുടെ കാർ അവിടുന്ന് ചീറിപ്പാഞ്ഞു പോയി. 1000 ചോദ്യങ്ങളായിരുന്നു മനസ്സിൽ. ഇനിയൊരു പക്ഷേ യഥാർത്ഥ ശത്രു അല്ലായിരിക്കും ഇതെന്ന് പോലും ചിന്തിച്ചു. ഡേവിഡിന്റെ നിർദ്ദേശമനുസരിച്ച് അവന്റെ വീട്ടിലേക്കാണ് ബദ്രി ആ വ്യക്തിയെയും കൊണ്ടുപോയത്. ഡേവിഡ് ഫോണെടുത്ത് ആദിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് നോക്കി. 2-3 തവണ റിങ് ചെയ്തെങ്കിലും ആരും അറ്റൻഡ് ചെയ്തില്ല. ഇനി അഥവാ വിചാരിച്ച പോലെ ആരും അവിടെ പോയിട്ടില്ലെങ്കിൽ മിഴിയെയും ആർദ്രയും വിളിച്ച് ടെൻഷൻ എടുപ്പിക്കേണ്ടെന്ന് കരുതിയാണ് അവർ ആദ്യം കോൾ ചെയ്തിരുന്നത്. മറ്റു വഴികളില്ലെന്ന് ബോധ്യമായപ്പോൾ ഡേവിഡ് ആർദ്രയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അവളും അറ്റൻഡ് ചെയ്യാതെ വന്നപ്പോൾ അവൻ്റെ ഭയം കൂടി. മിഴിയുടെ നമ്പറിലേക്കും വിളിച്ചു നോക്കി. ഉള്ളിലെ ഭയം പുറത്ത് കാണിക്കാതെ എന്തോ ചിന്തിച്ച് കാർ ഓടിക്കുന്ന ബദ്രിയെ നോക്കി ഡേവിഡ് നെടുവീർപ്പെട്ടു. ചോരയിൽ കുളിച്ച് കിടക്കുന്ന ആദിയെ കണ്ട് ആർദ്ര ആർത്ത് കരഞ്ഞു. ഇടുപ്പിലായി കുത്തിയ നിലയിൽ ഒരു കത്തിയും അവൻ്റെ ദേഹത്തുണ്ടായിരുന്നു. ആർദ്രയുടെ കരച്ചിലാണ് മിഴിയെ ബോധത്തിലേക്ക് കൊണ്ടുവന്ന്. ആദിയേട്ടാ! അവളുടെ നിലവിളി കേട്ട് ഉറങ്ങിക്കിടന്ന സത്യഘോഷി രേവതി എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. ഞെരങ്ങിക്കൊണ്ട് വേദന കടിച്ചു പിടിച്ച് കിടക്കുന്ന ആദിയെ കണ്ട് അവരൊന്ന് ഞെട്ടി. രേവതി കരഞ്ഞുകൊണ്ട് അവനടുത്തേക്ക് ഓടി. സത്യഘോഷ് വേഗം റൂമിലേക്ക് പോയി കാറിന്റെ കീയും മൊബൈലും എടുത്ത് വീടിന് പുറത്തേക്ക് ഓടി. കാർ കൊണ്ടുവന്ന് വീടിന് മുമ്പിലിർത്തിയതും രേവതിയും ആർദ്രയും മിഴിയും ചേർന്ന് അവനെ പിടിച്ചു പൊക്കി കാറിലേക്ക് കൊണ്ടുപോയി കയറ്റി. അവർ കയറിയതും വണ്ടി വേഗത്തിൽ ആശുപത്രിയിലേക്ക് നീങ്ങി. സത്യഘോഷ് കാറിലിരുന്നുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് വിവരം വിളിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവരുടെ കാറിനെ കാത്ത് വെളിയിൽ സ്ട്രക്ചറുമായി ഡ്യൂട്ടി നേഴ്സുമാർ നിന്നിരുന്നു. ആദ്യം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അധികം ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ അവനെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ഉടനെ തന്നെ മൈനർ സർജറിക്കായി അവൻ ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവർ നീട്ടിയ പേപ്പറുകളിൽ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ സത്യഘോഷിന്റെ കൈകൾ വിറച്ചിരുന്നു. മിഴിക്ക് ആകെ ഒരു തരം മരവിപ്പായിരുന്നു. തനിക്ക് വേണ്ടിയാണ് ആദ്യമായിട്ട് അപകടത്തിലേക്ക് പോയതെന്ന ചിന്ത അവളെ തളർത്തി. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയെന്ന വണ്ണം ആർദ്ര അവളെ ചേർത്ത് പിടിച്ചു. ആരും ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഒരു തവണ പോലും ചോദിക്കാതിരുന്ന് അവളിലുണ്ടായിരുന്ന സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് സത്യഘോഷിന്റെ ഫോൺ റിങ് ചെയ്തു. ബദ്രിയാണല്ലോ. അയാളുടെ നോട്ടം മിഴിയിലേക്ക് നീണ്ടു. എന്നാൽ അവളിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അയാൾ അധികം ചിന്തിക്കാതെ കോൾ അറ്റൻഡ് ചെയ്തു. അങ്കിൾ, മിഴി സേഫ് അല്ലേ? ഒരു ഹലോ പോലും പറയാതുള്ള അവൻ്റെ പതിരിയ ചോദ്യം കേട്ട് സത്യഘോഷി മിഴിയെ നോക്കി. അതേ മോനെ, എവിടെയുണ്ട്? കൊടുക്കണോ? ഓക്കെ അങ്കിൾ, വേണ്ട, ഐ വിൽ കോൾ യു ലേറ്റർ. അയാൾ ആദ്യയുടെ കാര്യം പറയാൻ തോന്നിയില്ല. അപ്പോഴേക്ക് ICUവിൽ നേഴ്സ് പുറത്തേക്ക് വന്നു. അപകടനില തരണം ചെയ്തു എന്നും വേഗം ഇവിടെ എത്തിയതുകൊണ്ട് വളരെ ഉപകാരമുണ്ടായി എന്നും അറിയിച്ചു. അതെല്ലാവരിലും ആശ്വാസം പടർത്തി. എന്നാലും താൻ കാരണമാണല്ലോ ആദ്യേട്ടന് ഈ വേദന അനുഭവിക്കേണ്ടി വന്നെന്ന് ആലോചിച്ച് മിഴിയുടെ കണ്ണുകൾ മാത്രം നിറഞ്ഞുകൊണ്ടേയിരുന്നു. ബദ്രി കോൾ കെട്ടിയത് ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഡേവിഡും ബദ്രിയും പുറത്തേക്ക് ഇറങ്ങി. പുറകുവശത്തെ ഡോർ തുറന്ന് ബദ്രി ആ ശത്രുവിനെ പൊക്കി തോളിലിട്ടു. അപ്പോഴേക്കും ഡേവിഡ് പോയി വീടിന്റെ ഡോർ തുറന്നിരുന്നു. ബദ്രിയുടെ തോളിൽ കിടന്ന് ആ വ്യക്തിയൊന്ന് ഞെരങ്ങി. ബോധം വരാനുള്ള തയ്യാറെടുപ്പാണെന്ന് മനസ്സിലായപ്പോൾ അവിടെ ഇട്ടിട്ടുള്ള ചെയറിലേക്ക് ഇരുത്തി. അപ്പോഴേക്കും ഡേവിഡ് പോയി ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് വന്ന് ആ വ്യക്തിയുടെ ഇരുകൈകളും ബന്ധിച്ചു. കയ്യിലെ മുറുക്കം കൂടിയത് കൊണ്ടാവാം ആ കണ്ണുകൾ പതിയെ ചിമ്മി തുറക്കപ്പെട്ടു. മുന്നിൽ നിൽക്കുന്ന ബദ്രിയെ കണ്ട് ആ മുഖത്തൊരു ഞെട്ടൽ പ്രകടമായി. പക്ഷേ പെട്ടെന്ന് തന്നെ ആ ഞെട്ടൽ മാറി അവിടം പുച്ഛം നിറഞ്ഞ ചിരി വിടർന്നു. അത് പൊട്ടിച്ചിരിയായി മാറാൻ അധികം സമയമെടുത്തില്ല. ആ ചിരി മാത്രം മതിയായിരുന്നു താൻ തേടിക്കൊണ്ടിരുന്ന വ്യക്തി ഇതാണെന്ന് ബദ്രിക്ക് ഉറപ്പിക്കാൻ. ഭ്രാന്തമായ ചിരി. ആ ചിരി അസഹനീയമായി തോന്നി ബദ്രി കൈ ആഞ്ഞു വീശി. കവിളത്ത് പതിച്ച പ്രഹരത്തിന്റെ ശക്തിയിൽ ആ ചിരി നിലച്ചു. ആ കണ്ണുകൾ ക്രൂരത കൈവരിച്ചു. ഇങ്ങനെ ഒരാളെ പ്രതീക്ഷിച്ചില്ലല്ലേ മിസ്റ്റർ ബദ്രിനാഥ്? ശരിയാണ്, പ്രതീക്ഷിച്ചില്ല. അപ്പോഴും ഒന്നും വ്യക്തമാവുന്നില്ല. ഹു ആർ യു? അഥർവ ഏലിയാസ് മാളവിക, അല്ലെങ്കിൽ വെറും മാളവിക. സ്വന്തമായ ഒരു ഇനീഷ്യൽ പോലുമില്ലാത്ത ഒരനാഥ. നീ എങ്ങനെ അഥർവയായി? ബദ്രി ദേഷ്യത്തോട് ചോദിച്ചു. മിസ്റ്റർ ബദ്രിനാഥ്, നിന്റെ മനസ്സിലുള്ള എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നവീൻ്റെ മരണമാണോ നിന്നോടുള്ള പക എന്നല്ലേ? ബട്ട് ഐ ആം റിയലി സോറി. നവീൻ എന്ന ക്യാരക്ടർ എനിക്ക് കണ്ടുപോലും പരിചയമില്ല. നിന്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ഒരു കള്ളം മാത്രമായിരുന്നു എനിക്ക് നവീൻ. ബദ്രി അവൾക്ക് നേരെയുള്ള ചെയറിലേക്ക് ഇരുന്നു. അവൻ്റെ ചുണ്ടിലൊരു ചെറിയ ചിരി വിരിഞ്ഞു. അവളുടെ മുഖത്തെ പുച്ഛം കലർന്ന ചിരി മാഞ്ഞു. നീ നവീൻ്റെ ആരുമില്ലെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞതാ. എൻ്റെ കമ്പനിയിലുണ്ടായ തിരിമറി നീ കാരാണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ എനിക്ക് വെറും ദിവസങ്ങളെ വേണ്ടി വന്നുള്ളൂ. എന്നിട്ടും നിന്നെ അവിടെ തന്നെ നിർത്തിയത് എന്തിനാണെന്ന് അറിയോ? ആരാണ് നിന്റെ പിന്നിലുള്ളതെന്നറിയാൻ. എനിക്ക് തെറ്റുപറ്റിയത് അവിടെയാണ്. നീയായിരിക്കുമെന്ന് ചിന്തിച്ചില്ല. നിന്റെ ഈ അട്ടഹാസം മാത്രം മതി
എനിക്ക് നിന്നെ ഉറപ്പിക്കാം. അഥർവ എന്ന പേര് എന്തിന് യൂസ് ചെയ്തു? അവളുമായിട്ട് നിനക്ക് എന്ത് ബന്ധമാണുള്ളത്? മാളവികയുടെ കണ്ണുകൾ ഈർന്നണിയുന്നത് അല്പം അമ്പരപ്പോടെയാണ് ബദ്രി നോക്കിയത്. ഇതുവരെ ആ മുഖത്തുണ്ടായിരുന്ന ഭാവമായിരുന്നില്ല അത്. എന്തൊക്കെയോ നഷ്ടപ്പെട്ടവളുടെ ഭാവം. ആ നിരാശ കലർന്ന കണ്ണുകളോടെ അവൾ ബദ്രിയെ നോക്കി. അവൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നല്ലാതെ എന്തിനാ അവളെ നീ കൊന്നത്? ബദ്രി അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. ഓരോ വാക്യത്തിനും അവളുടെ മുഖത്തെ ഭാവങ്ങൾ മാറിക്കൊണ്ടിരുന്നു, ഒരു പ്രാന്തിയെ പോലെ. അഥർവ, എനിക്ക് അവളോട് പ്രണയമായിരുന്നു. ബദ്രിയുടെ ഇവിടെ നെറ്റി വിളിച്ചു. അവളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. നിങ്ങളുടെ മുഖത്ത് വന്ന ഈ മാറ്റം കണ്ടോ? ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ അനാഥയായത്. എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ. 16 വയസ്സ് വരെ മാത്രം. എൻ്റെ മനസ്സൊരിക്കലും ഒരാണിനെ ആഗ്രഹിക്കുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നവരെ മാത്രം. എൻ്റെ ഹോർമോണുകൾ സ്ത്രീയിലാണ് സന്തോഷം കണ്ടത്. അതെൻ്റെ തെറ്റാണോ? എനിക്ക് ആണുങ്ങളുടെ മേൽ അഫെക്ഷൻ തോന്നാത്തത് എൻ്റെ കുറ്റമാണോ? വീട്ടിൽ പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയാണെന്ന് പോലും നോക്കാതെ ഇറക്കി വിട്ടു. അവർക്ക് അപമാനമാണത്രേ. മറ്റാരെങ്കിലും അറിയും മുന്നേ എവിടെയെങ്കിലും പോയി ചത്തോളാൻ പറഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെൺകുട്ടി എങ്ങോട്ട് പോവും? തെരുവിലൂടെ ഒരുപാട് അലഞ്ഞു. രാത്രി കടയോരത്ത് കിടന്നു. പേപ്പട്ടികളെപ്പോലെ വെറിയെടുത്ത് നടന്നിരുന്ന ആണെന്ന നശിച്ച വർഗം അവളുടെ ശരീരം മാത്രമേ നോക്കിയുള്ളൂ, മനസ്സ് കണ്ടില്ല. പിച്ചി ചീന്തി തെരുവിലെറിഞ്ഞിട്ട് പോയപ്പോൾ ആരൊക്കെയോ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. പോലീസ് വന്നു. അനാഥയാണെന്ന് മനസ്സിലാക്കി ഒരാശ്രമത്തിൽ ചേർത്തു. 2 വർഷം ഒന്നനങ്ങാതെ, ആരോടും മിണ്ടാതെ, തകർന്ന മനസ്സുമായി. അവിടുത്തെ അമ്മമാരുടെ നിർബന്ധം കൊണ്ട് ആശ്രമവക സ്കൂളിൽ +2 എഴുതിയെടുത്തു. ആ നാട്ടിൽ നിന്നെ മാറിൽ കിടന്ന് ചിന്തിച്ച് കോളേജിൽ ചേരാൻ ഇങ്ങോട്ട് വന്നു. എല്ലാവർക്കും പുച്ഛം. ആശ്രമത്തിൽ നിന്ന് അയക്കുന്ന പണം കൊണ്ട് പഠിക്കുന്ന എനിക്ക് എത്ര നല്ല വസ്ത്രം ധരിക്കാൻ പറ്റും? എത്ര മോഡേണായി നടക്കാൻ പറ്റും? പെൺകുട്ടികൾ തൊടുമ്പോൾ ശരീരം വിറക്കും. ഞാൻ എത്ര പേരോട് കൂട്ടുകൂടും? എല്ലാവരും ഒതുക്കി വെച്ചു, കളിയാക്കി. എണ്ണ തേച്ച മുടിയും വട്ടക്കണ്ണടയും നരച്ച ചുരിദാറും, ആരോടും അടുക്കാത്ത സ്വഭാവം. ആർക്കും വേണ്ടതായി. ആരും എന്നെ കാണാതായി, ശ്രദ്ധിക്കാതെയായി. എന്നെ ഒരു മനുഷ്യനായെങ്കിലും പരിഗണിച്ചത് അവള് മാത്രമായിരുന്നു, അഥർവ. എന്നെ കാണുമ്പോൾ ആത്മാർത്ഥമായി ചിരിച്ച ഒരേ ഒരു മുഖം അവളുടേതായിരുന്നു. അവളുടെ പുഞ്ചിരിയിൽ ഞാൻ സന്തോഷം കണ്ടെത്തി തുടങ്ങി. എൻ്റെ സങ്കടങ്ങൾ മറന്നു തുടങ്ങി. ക്ലാസ്സിൽ വന്നിരുന്നാൽ എപ്പോഴും ആ കണ്ണുകൾ എന്നെ തരും. ലാസ്റ്റ് ബെഞ്ചിലെ ഒരു മൂലയിൽ ഒറ്റയ്ക്കുന്ന എന്നെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിക്കും. അതിനുവേണ്ടി മാത്രം കോളേജിലേക്ക് ആവേശത്തോടെ പോയ ദിനങ്ങൾ. എന്നാലും അടുത്തേക്ക് പോകാൻ പേടിയായിരുന്നു. ദൂരെ നിന്ന് നോക്കിയിരിക്കും. എന്നാൽ എപ്പോഴും ആ കണ്ണുകൾ മറ്റാരെയോ അന്വേഷിക്കുന്നത് ഞാൻ കണ്ടു. നിന്നുള്ള നോട്ടത്തിൽ പ്രണയമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ചങ്ക് തകർന്നു പോയി. പിന്നെ ചിന്തിച്ചു, അവൾ എന്നെ പോലെ അല്ലല്ലോ. അവൾക്കൊരിക്കലും എന്നെ പ്രണയിക്കാൻ കഴിയില്ലല്ലോ എന്ന്. ഹൃദയം കീറി മുറിയുമ്പോൾ അവളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കണേന്ന് പ്രാർത്ഥിച്ചു. നിന്നോട് പ്രപ്പോസ് ചെയ്ത ദിവസം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ അവളെ അടിച്ചു. നിനക്കൊന്നാറോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു. പക്ഷെ നീ അടിച്ച കവിളിൽ പോലും പ്രണയത്തോടെ തഴുകുന്നവളെ വേദനിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് ആദ്യത്തെ 2 ദിവസം കുറച്ച് വിഷമമുണ്ടായിരുന്നെങ്കിലും പിന്നീട് വളരെ സന്തോഷവതിയായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും എനിക്കുള്ള പുഞ്ചിരി അവൾ മുടക്കിയില്ല. എൻ്റെ പ്രണയം ഓരോ ദിവസവും ഭ്രാന്തായി മാറി. അവളെ മാത്രം പിന്തുടർന്ന് അവളോടൊപ്പം ഞാനുണ്ടായിരുന്നു. 2 ദിവസം കോളേജിൽ വരാതെയപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി തുടങ്ങി. അവളുടെ റൂംമേറ്റിനോട് ചോദിച്ചപ്പോൾ വയ്യെന്ന് പറഞ്ഞു. ആ 2 ദിവസം എനിക്ക് 2 യുഗം പോലെയായിരുന്നു. അന്ന് കോളേജിൽ നിന്ന് എല്ലാവരും ഹോസ്റ്റലിലേക്ക് പായുന്നുണ്ട്. ഞാനും പുറകെ ഓടി. കാര്യം മനസ്സിലായില്ല. തിരക്കിനെ തള്ളിമാറ്റി മുന്നിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ച, അവളുടെ ടർക്കോയിസ് മിഴികൾ തള്ളി പുറത്തേക്ക് വന്നിരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുരിദാറിൻ്റെ ഷോളായിരുന്നു കഴുത്തിൽ കുരുങ്ങിക്കിടന്നിരുന്ന്. ആ മരച്ച കണ്ണിലേക്ക് ഒരു തവണ കൂടെ നോക്കി. പിന്നെ ഒന്നും ഓർമ്മയില്ല. കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലായിരുന്നു. ഒരു ദിവസം പോലും അവളെ കാണാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് ചിന്തിച്ചിരുന്ന എനിക്ക് അവൾ ഇനിയൊരിക്കലും തിരിച്ചു വരില്ലെന്നുള്ളത് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. എല്ലാം തട്ടിത്തെറിപ്പിച്ചൊരു പ്രാന്തിയെപ്പോലെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഓടി. അവസാനമായി അവളുടെ ശവശരീരം പോലും കാണാൻ കഴിഞ്ഞില്ല. ആ കോളേജ് മുറ്റത്ത് പ്രാന്തമായി ഒറ്റയ്ക്കിരുന്ന് അലറി കരഞ്ഞു. പിന്നെ സംയമനം പാലിച്ച ഹോസ്റ്റലിലേക്ക് നടന്നു. അവസാനമായിട്ട് അവളുടെ മുറിയൊന്ന് കാണാൻ, അവളുടെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് നോക്കാൻ. അവളുടെ റൂമിലേക്ക് നടക്കുമ്പോഴാണ് ഞാൻ ആ കാര്യങ്ങൾ മുഴുവൻ കേട്ടത്. നീയാണ് അവളെ കൊന്നതെന്ന്. അവളുടെ അശ്ലീല ചിത്രങ്ങൾ എടുത്ത് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്തതെന്ന്. നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. അവിടെ നിന്ന് നിന്റെ അച്ഛൻ പണം ഉപയോഗിച്ച് നിന്നെ തിരിച്ചിറക്കി കൊണ്ടുവന്നെന്ന്. അന്ന് നിന്നെ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതായിരുന്നു ഞാൻ. പക്ഷെ സമനില തെറ്റിയ പോലെ റോഡിലൂടെ പിച്ചും പെയ്യും പറഞ്ഞെടുത്ത് എന്നെ കുറച്ചു പേര് ചെന്ന് ആശുപത്രിയിലാക്കി. 4 വർഷം മെന്റൽ ഹോസ്പിറ്റലിൽ. നിന്നുള്ള പക മാത്രമായിരുന്നു ജീവിക്കാനുള്ള ശക്തി.
എല്ലാ അസുഖവും മാറിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ നഷ്ടങ്ങൾ എണ്ണിയാൽ തീരാവുന്നതായിരുന്നില്ല. എൻ്റെ പ്രണയം, വിദ്യാഭ്യാസം, 4 വർഷങ്ങൾ ഭ്രാന്തി എന്ന ലേബൽ, അവിടെ നിന്നു ഇന്ന് ഈ നിമിഷം വരെ നിന്റെ പതനം കാണാൻ വേണ്ടി മാത്രം ഞാൻ ജീവിച്ചത്. നീ അറിയാതെ എല്ലായിടത്തും ഞാൻ ഉണ്ടായിരുന്നു. നീ പോലും അറിയാതെ നിന്റെ മറ്റൊരു ശത്രുവിനെ ഞാൻ എൻ്റെ ഭാഗം ചേർത്തു. അർജിത്ത്, കൂടെ നിന്ന് ചതിക്കുന്നവൻ. അവൻ്റെ ഭാഗത്തെ ന്യായം കേട്ടപ്പോൾ അവനെയും കൂടെ കൂട്ടി. നിന്നെ കൊല്ലാനുള്ള തീരുമാനം മാറ്റി നിനക്ക് പ്രിയപ്പെട്ടവർ വേദനിപ്പിക്കാനുള്ള വഴി ഉപദേശിച്ച അവനായിരുന്നു. ചിന്തിച്ചപ്പോൾ എനിക്കും തോന്നി അതാണ് ശരിയെന്ന്. മിഴി, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ, ഇപ്പോൾ നിന്റെ പ്രാണൻ, അവളെ നഷ്ടമായാലും നിനക്ക് എൻ്റെ വേദന മനസ്സിലാവും. അവളെ ഞാൻ ഇല്ലാതാക്കും, വേദനിപ്പിച്ച് ഇല്ലാതാക്കും. പറഞ്ഞു തീരുമ്പോഴേക്കും ബദ്രിയുടെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. എൻ്റെ മിഴിയെ നുള്ളി നോവിക്കണമെന്നെങ്കിലും നീ ചിന്തിച്ചാ ഒന്ന് കുഴിച്ചു മൂടും ഞാൻ. അവൻ്റെ കണ്ണിൽ അഗ്നിയായിരുന്നു. ഇരുന്നിടന്ന് എഴുന്നേറ്റ് അവൻ നെറ്റിയൊഴിഞ്ഞു. അവൾക്കടുത്ത് പോയി മുട്ടിലിരുന്നു. എനിക്ക് മനസ്സിലാവും നിന്റെ വിഷമം, വേദന, അവസ്ഥ എല്ലാം മനസ്സിലാവും. പക്ഷെ ഞാനല്ല അവളെ ചതിച്ചത്. അവളെ ചീറ്റ് ചെയ്ത് അർജിത്തെന്നാണോ? അവൻ പൂർത്തിയാക്കും മുന്നേ അവളിൽ നിന്ന് ചോദ്യം ഉയർന്നു. ബദ്രി നെറ്റി വിളിച്ചു. അർജിത്ത് കൂടെ നിന്ന് ചതിക്കുവാണെന്ന് മനസ്സിലായതുകൊണ്ടല്ലേ നീ അവനെയും കൊണ്ട് കാട് കയറിയത്? കൊന്ന് തള്ളിയാ പിന്നെ കുറ്റം അവൻ്റെ തലയിൽ കെട്ടിവെക്കാം. ഞാൻ ചത്തവനെ അന്വേഷിച്ച് നടന്നോളൂ അല്ലേ? അവൾ പറയുന്നതിൻ്റെ പൊരുൾ അപ്പോഴും ബദ്രിക്ക് മനസ്സിലായില്ല. നീ അവനെയും കൊണ്ട് നിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുമ്പോൾ ഞാനുണ്ടായിരുന്നു നിങ്ങളെ പിന്തുടർന്ന്. നീ അവനെ കാട്ടിൽ കെട്ടിയിട്ട് തിരിച്ചു പോകുന്നതിന് പുറകെ അവനെ തേടി ഞാൻ കാട്ടിലേക്ക് കയറി അവനെ രക്ഷിച്ചു. അവൻ പറഞ്ഞു നിന്റെ പ്ലാൻ എന്താണെന്ന്. എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നിനക്കാവില്ല ബദ്രി. നീ മാത്രമാണ് അഥർവയുടെ മരണത്തിന് ഉത്തരവാദി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നിനക്ക്? എന്റെ അഥർവ ഇല്ലാതായിട്ട് ഇന്നേക്ക് 6 വർഷം തികഞ്ഞു. എന്റെ പ്രണയം ഇല്ലാതായി ഇതേ ദിവസം തന്നെ നിന്റെ പ്രണയവും ഇല്ലാതാവണം. അർജിത്ത് ഈ നേരം കൊണ്ട് അവളെ കൊന്നിട്ടുണ്ടാവും. അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടാ ഞാൻ പിടിക്കപ്പെട്ടത്. അവളുടെ വാക്കുകൾ ഇരുവരിലും നടുക്ക് ഏർപ്പെടുത്തി. ഡേവിഡ് വേഗം ഫോൺ എടുത്ത് പുറത്തേക്ക് നടന്നു. അവന് പിന്നാലെ ബദ്രിയും. ഡേവിഡിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ബദ്രി വേഗം സത്യഘോഷിനെ ഡയൽ ചെയ്തു. അങ്കിൾ, എനിക്ക് മിഴിയോടും സംസാരിക്കണം. സത്യഘോഷ് ചുമലിച്ചാൽ നിൽക്കുന്ന മിഴിയെ നോക്കി പിന്നെ അവൾക്കരികിലേക്ക് നടന്നു. ഫോൺ അവൾക്ക് നേരെ നീട്ടി. ഒന്ന് സംശയിച്ചുകൊണ്ട് മിഴി ഫോൺ കയ്യിലേക്ക് വാങ്ങി. പാർട്ട്ണർ? ബദ്രിയുടെ ശബ്ദം കേട്ടതും മിഴി പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ട് അവന്റെ ഹൃദയം ക്രമാതീതമായി മിടിച്ചു. പാർട്ട്ണർ, വാട്ട് ഹാപ്പൻഡ്? അവന്റെ സ്വരം ഇടറുന്നുണ്ടായിരുന്നു. ആദിയേട്ടൻ. ആദിക്കെന്ന് പറ്റി? അവൾ ഉണ്ടായതെല്ലാം തേങ്ങലോടെ പറഞ്ഞു. ആദിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കേട്ടപ്പോൾ ബദ്രിക്കും ആശ്വാസമായി. രാവിലെ ഹോസ്പിറ്റലിലേക്ക് വരാമെന്നും അതുവരെ സുരക്ഷിതമായിരിക്കാനും അങ്കിളുടെ അടുത്ത് നിന്ന് മാറിയതെന്ന് നിർദ്ദേശം കൊടുത്ത് ബദ്രി കോള് കട്ട് ചെയ്തു. ഡേവിഡ് ബദ്രിയുടെ തോളിൽ കൈവച്ചു. അർജിത്ത് അവളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. നമ്മളിനി എന്തു പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല. ഡേവിഡ് ബദ്രിയോട് പറഞ്ഞു. അന്നാ ചെന്നായ മരിച്ചുവെന്ന് ഉറപ്പാക്കണമായിരുന്നു. അന്നത് ചെയ്യാതിരുന്നതിന്റെ തെറ്റാണ്. കൂടപ്പിറപ്പിനെ പോലെ കണ്ടവൻ കൺമുമ്പിൽ വെച്ച് മരിക്കുന്ന കാണാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാ. തെറ്റായിപ്പോയി. ഇന്ന് ആദ്യ കുത്തി അവനാണ്, അർജിത്ത്. വെറുതെ വിടില്ല ഞാൻ അവനെ. ബദ്രി ദേഷ്യത്തോടെ പറഞ്ഞു. അവന്റെ തോളിലൊന്ന് തട്ടി സമാധാനിപ്പിച്ച് ഡേവിഡ് സൈഡിലുള്ള പൈപ്പിലേക്ക് മുഖം കഴുകാനായി മാറിയിരുന്നു. ബദ്രി മതിലിനടുത്തേക്ക് നടന്നു. ഗേറ്റിന് സൈഡായി ചാരിയിരുന്നു. ഇന്ന് അവളെക്കുറിച്ച് അറിയുന്നവരെ കൊല്ലാൻ തന്നെയായിരുന്നു തീരുമാനം. മിഴിയെ വേദനിപ്പിച്ചത് ആരായാലും യാതൊരു ഇളവും നൽകില്ലെന്ന് ഉറപ്പിച്ചിരുന്നു. പക്ഷേ മാളവിക ഒരുപാട് വേദനിച്ചവളാണ്. ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവളാണ്. എല്ലാം നഷ്ടപ്പെട്ടവളാണ്. കൊല്ലാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. അവളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അവൻ ചിന്തകളോട് ഇരുട്ടിലേക്ക് കണ്ണു നട്ടു. മുഖം കഴുകി വീട് മുമ്പിലേക്ക് കറന്ന ഡേവിഡ് പുറത്തെ വെളിച്ചത്തിൽ ഒരു നിഴൽ പോലെ അസാധാരണമായ എന്തോ തിളക്കം കണ്ട് കാലിന്റെ വേഗത കൂട്ടി. കയ്യിൽ നീണ്ട കത്തിയുമായി ബദ്രിക്ക് നേരെ കയ്യൊങ്ങുന്ന മാളവികയെ കണ്ട് ഡേവിഡ് ഒരു നിമിഷം അന്തിച്ചു. എന്നാൽ അവൾ കത്തി ബദ്രിക്ക് നേരെ വീശുമ്പോഴേക്കും ഡേവിഡ് കത്തിയിൽ പിടുത്തമിട്ടു. അവൾ ഡേവിഡിന്റെ കയ്യിൽ നിന്നും കത്തി ഊരിയെടുത്തു. അവന്റെ കയ്യിൽ നിന്ന് രക്തം തെറിച്ചു. ബദ്രിക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകുന്നതിന് മുന്നേ അവൾ വീണ്ടും കത്തി വീശിയിരുന്നു. ബദ്രി പെട്ടെന്നിനെ പുറകിലേക്ക് മാറിയതുകൊണ്ട് ഷർട്ടിൽ കീറൽ വീഴ്ത്തിക്കൊണ്ട് കത്തി പാളിപ്പോയി. പക്ഷെ അവൾ പിന്മാറിയില്ല. വീണ്ടും കത്തിയെടുത്ത് ബദ്രിക്ക് നേരെ കുത്താനാഞ്ഞു. അപ്പോഴേക്കും ഡേവിഡ് അവളെ പുറകിൽ നിന്ന് വട്ടം പിടിച്ചു. അവൾ അവന്റെ കയ്യിൽ നിന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു. ബദ്രിയെ കൊല്ലാനുള്ള വെറിയായിരുന്നു അവളുടെ കണ്ണിൽ. സർവ്വശക്തിയും എടുത്ത് ഡേവിഡിന്റെ കൈകൾ തട്ടി മാറ്റി അവൾ ബദ്രിക്ക് നേരെ പാഞ്ഞു. പെട്ടെന്ന് മുറ്റത്തെ കല്ലിൽ കാൽ തട്ടി അവൾ താഴേക്ക് കമിഴ്ന്നു വീണു. ഒന്ന് പിടഞ്ഞുകൊണ്ട് അവൾ നിശ്ചലമായി. ഒന്നും മനസ്സിലാവാതെ ബദ്രിയും ഡേവിഡും പരസ്പരം നോക്കി. എന്നാൽ അവളുടെ വയറിന്റെ ഭാഗത്തുകൂടെ തറയിൽ ഒഴുകിപ്പരുന്ന രക്തത്തിൽ നിന്നും അവർക്ക് മനസ്സിലായി അരുതാത്ത എന്തോ സംഭവിച്ചു എന്ന്.
ബദ്രി വേഗത്തിൽ മുന്നിലേക്ക് വന്ന് അവളെ മലർത്തിയിട്ടു. ഇരു കൈകളാലും ഉയർത്തിപ്പിടിച്ച കത്തി വീണ ശക്തിയിൽ അവളുടെ വായിൽ തന്നെ തറഞ്ഞു കയറിയിരുന്നു. ബദ്രി തരിച്ചിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.